السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بحق سيد الوجود سيدنا محمد صلى الله عليه وسلم وآله وأهل بيته وأصحابه رضوان الله تعالى عن كل واحد منهم أجمعين. وبحق سيدنا أبو العباس سيدي أحمد بن محمد التجاني رضي الله عنه وخلفائه ومريدي ومقدمي كلهم أجمعين. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട തിജാനി ഇഖ്വാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മുടെ ഇഖ്വാനികളെയും കുടുംബക്കാരെയും മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായിട്ടുള്ള മനാക്കിബായിരുന്നു, സ്തുത്യർഹമായിട്ടുള്ള ജീവിത രീതി. അത്രയും സ്വഭാവ വൈശിഷ്ട്യത്തിനൊക്കെ ഉടമയായിരുന്നുള്ള ഉദാഹരണങ്ങൾ സഹിതം ചർച്ച ചെയ്യുകയുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അവരുടെ ശിഷ്യന്മാരോട് കാണിച്ച സ്നേഹം, അതുപോലെ തന്നെ ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ കേളി മറ്റു നാടുകളിലേക്ക് വ്യാപിച്ചത്, സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഉന്നതമായ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന വ്യത്യസ്ത സംഭവങ്ങൾ, ഇതൊക്കെയും പറഞ്ഞു വെക്കുകയുണ്ടായി. ഈ അടുത്ത ഫസലിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ മശ്ശർ റളിയല്ലാഹു അൻഹു അഥവാ ഇന്ന് പറയുന്നത്, ഈ ബഹുമാനപ്പെട്ട ഈ തിജാനിയ ത്വരീഖത്തിന്റെ സരണിയിലേക്ക് നമ്മൾ ആ പരിശുദ്ധമാക്കപ്പെട്ട ത്വരീഖത്തിന്റെ ഔറാദുകളുടെ വരവാണ്. അതിന്റെ ഉന്നതമായ ഔറാദുകൾ, വലീഫകൾ, അതിൽ പ്രവേശിക്കുന്ന അഥവാ ബഹുമാനപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള തിജാനിയ ത്വരീഖത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതകൾ, അതിന്റെ പിന്തുടർച്ചക്കാർക്കൊക്കെയുള്ള ശ്രേഷ്ഠതകളൊക്കെ ആണ് ഈ ഫസിൽ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഉന്നതമായിട്ടുള്ള അൻവാറുകൾ, ആ ജ്ഞാന പ്രകാശ ദീപങ്ങൾ എല്ലായിടത്തും പ്രസരിക്കാൻ തുടങ്ങുന്ന ആ കാലഘട്ടം, അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നിന്നും തിലിംസാനിൽ നിന്നും സഹാറയിലെ പ്രദേശങ്ങളായിട്ടുള്ള അബൂ സംഊൻ ഷല്ലാലയിലേക്കുള്ള ആ യാത്ര, അത് നടക്കുന്നത് ഹിജ്റ 1196-ലാണ്. 1196. ഈ സമയത്ത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്ത് കുറച്ചു കാലം താമസിക്കുകയുണ്ടായി. അഥവാ 13-ാം നൂറ്റാണ്ടിന്റെ ഒക്കെ തുടക്കത്തിൽ, 12-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കമാണല്ലോ, 1150 ാണല്ലോ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അപ്പൊ 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവ്യക്തിത്വത്തിന്റെ അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ആ ശോഭ പ്രകടമാക്കാൻ, ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ, ഇതൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്, ഈ ഒരു പ്രദേശങ്ങളിലാണ്. അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു സവാത്ത് പ്രദേശത്ത് നിന്നും യാത്ര ചെയ്ത് മടങ്ങവേ അവിടെയുള്ള ചില മാത്തുക്കളെ, ചില ആളുകളെ കണ്ടിട്ട് മടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയും ഫാസിന്റെ പ്രദേശമായിട്ടുള്ള സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്ന സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇടയിലുള്ള ഇടനിലക്കാരായിരുന്നല്ല ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അൽ അറബി താസി അദ്ദംറാവി റളിയല്ലാഹു അൻഹു. ഇവരെ താസ് പ്രദേശത്ത് പോയി കണ്ടുവരുന്ന ആ സമയത്തൊക്കെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഈ മഅരിഫത്തിന്റെ പല വിഷയങ്ങളും സംഭവിക്കുന്നത്. പറയുന്നത് മനസ്സിലാവുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു വാസിത്തയായിരുന്ന ഒരു
അവർ പിന്നെ മലക്കുകളുടെ ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള എല്ലാ മലക്കുകളും പേടിക്കുന്ന, പേര് കേൾക്കുമ്പോൾ തന്നെ കിടിലം കൊള്ളുന്ന ഈ മലക്ക് ഈ വാസിത്ത ഈ മഹാന്റെ അടുക്കലേക്ക് വന്നിട്ട് സംസാരിക്കുന്ന വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ അഹ്മദ് തിജാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു അവരൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാസിത്ത ആരാണ്? സത്യത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിൽ ആദ്യകാലത്ത് ഇടപെട്ടിരുന്ന ഒരു മഹാത്മാവാണ് ബഹുമാനപ്പെട്ട ദംറാവി റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ അറബി താജി അദ്ദംറാവി റളിയല്ലാഹു അൻഹു. അഥവാ യഖ്ലത്തിൽ, ഉണർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിച്ചിരുന്നതും സംഗമിച്ചിരുന്നതും ഈ മഹാനാണ്. അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനവും അദബും ഹയാവും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിൽക്കാനോ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാനോ ഒക്കെ മടിയായിരുന്നു, ലജ്ജയുണ്ടായിരുന്നു. പിന്നെ പലതും മറന്നു പോകുന്നു. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്, ബഹുമാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിരുന്നത്, യഖ്ലത്തിൽ ഉണർച്ചയിൽ ചോദിച്ചിരുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട ദംറാവി റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. അതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ സയ്യിദുന ശൈഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു, മാധ്യമമായിരുന്നു ബഹുമാനപ്പെട്ട. ഒരു ദിവസം 24 പ്രാവശ്യം ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് യഖ്ലത്തിൽ സംഗമിക്കുമായിരുന്നു ഈ മഹാൻ. പക്ഷെ പിൽക്കാലത്ത് മഹാന്റെ കേളിയും ആളുകളുടെ വരവൊക്കെ കണ്ടപ്പോൾ ചില ആണുങ്ങൾ ബഹുമാനപ്പെട്ട ദംറാവി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. സയ്യിദുന ശൈഖ് കാലഘട്ടത്തിൽ വളരെ ദുഃഖകരമായ, നമ്മളൊക്കെ പഠിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട ദംറാവി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും സയ്യിദുന ശൈഖ് തമ്മിലുള്ള ബന്ധമൊക്കെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ സയ്യിദ് അഥവാ സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങളുമായിട്ട് ഇല്ലായിരുന്നു എങ്കിൽ ഒരു വട്ടം പോലും നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ കിട്ടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നിങ്ങൾ സയ്യിദ് അഹ്മദ് തിജാനി റളിയല്ലാഹു തങ്ങളായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണെന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദംറാവി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്. അത്രയും സയ്യിദുന ശൈഖ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാത്മാവാണ് ദംറാവി റളിയല്ലാഹു അൻഹു. ഈ ബഹുമാനപ്പെട്ട അഹ്മദ് സുഖൈരി റളിയല്ലാഹു അൻഹുവിന്റെ കശ്ഫുൽ ഹിജാബിൽ ബഹുമാനപ്പെട്ട ഒന്നാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട അലി അറാസിം റളിയല്ലാഹു അൻഹു അത് കഴിഞ്ഞ ഉടനെ പിന്നെ വിശാലമായി പരിചയപ്പെടുത്തുന്നത് ഈ മഹാത്മാവിനെയാണ്, ദംറാവി റളിയല്ലാഹു അൻഹുവിനെയാണ്. ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യ കാലങ്ങളിലൊക്കെയും പ്രതിനിധിയാക്കി നിശ്ചയിച്ചത് ദംറാവി റളിയല്ലാഹു അൻഹു. ദംറാവി റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പിന്നീട് ആ സ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അലി അറാസിം റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി നിശ്ചയിക്കുന്നത്, പ്രതിനിധിയായി നിശ്ചയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ദംറാവി റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വഫാത്തിന് ശേഷവും താസിലേക്ക് ബഹുമാനപ്പെട്ട ദംറാവി റളിയല്ലാഹു അൻഹു വഖാമിലേക്ക് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ആ ബന്ധം കൊണ്ട് ഇടക്കിടക്ക് പോവാറുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് ഈ ആദ്യ കാലത്തുള്ള സംഭവമാണ് പറയുന്നത്. ആ താസ് പ്രദേശത്ത്, അതിന്റെ ഇടയിൽ ഈ വിഷയം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ താസ് പ്രദേശത്ത് നിന്ന് പിന്നെ പ്രദേശത്തുള്ള താസ് അവിടെ ദംറാവി റളിയല്ലാഹു അൻഹുവിനെയൊക്കെ കണ്ടു മടങ്ങുന്ന കാലഘട്ടത്തിലാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇതൊക്കെയും കണ്ടത്. ഈ സമയത്താണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹുവിന്റെ ഖാസായിട്ടുള്ള പല അസ്ഹാബുകളും കണ്ടുമുട്ടുന്നതും ചേരൊക്കെ ചെയ്യുന്നത്, സംഗമിക്കുന്നത് ഈ ഒരു സമയത്താണ്, ഈ ഒരു യാത്രക്കിടയിലാണ്. അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അബൂ സംഊൻ ശല്ലാല പ്രദേശത്ത് എത്തിയപ്പോൾ ആ സമയത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത് എന്റെ പിതാവിന്റെ അവിടത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടി യാത്രാ മധ്യയാണ് ഞാൻ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്നത്, സംഗമിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ചയോടുകൂടി, കണ്ടുമുട്ടലോടുകൂടി പിന്നെ നമ്മളൊരു ജീവിതത്തിൽ ബന്ധമായി, ഇഴപിരിയാത്തൊരു ബന്ധം പോലെ കണക്റ്റായി, ബന്ധപ്പെട്ടു. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ വരവിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമുണ്ടായിരുന്നു. ആരാണ് പറയുന്നത്? ഇതിന്റെ മുസന്നിഫ് ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ വരവിൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷവും ആ സന്തോഷ വാർത്ത അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട് എന്ന് ആദ്യമേ കൂടെയുള്ളവരോടൊക്കെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ആര് കടന്നു വരുന്നത്? ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഇടപെരിയാത്ത അത്രയും സ്നേഹത്തിലും സൗഹൃദത്തിലും ബന്ധത്തിലുമായി മാറി. പിന്നെ ആര്? ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇതിന്റെ അപ്പുറം എനിക്ക് വേറൊരു മക്കാമൊന്നും കിട്ടാനില്ല. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ട് കൂടെ നിന്നു എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ, അള്ളാഹു എനിക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഔദാര്യം എന്ന് പറയുന്നത് എന്താണ്? സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുമായിട്ട് എനിക്ക് സംഗമിക്കാൻ സാധിച്ചു എന്നതാണ്.
ഞാൻ അന്ന് രാത്രി സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ വരവിനെ കുറിച്ചും അത് എന്റെ അസാന്നിധ്യത്തിലുള്ള വിഷയങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെയും എന്നോട് അന്ന് സയ്യിദുന ശൈഖ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. ആരാണ് പറയണത്? മശർ റളിയല്ലാഹു അൻഹു പറയാണ്. പിന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അതുവരെ സ്വീകരിച്ചിരുന്ന എല്ലാ ത്വരീഖത്തുകളും ഉപേക്ഷിച്ചു. ബശർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്ന തന്നെ ഫസ്റ്റ് കൊടുക്കുന്ന ത്വരീഖത്ത് ഏതാണ്? മുഹമ്മദുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ ഖൽവത്തി ത്വരീഖത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അസ്റാറുകൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? കാഴ്ചയിൽ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എല്ലാ ത്വരീഖത്തുകളും ഉപേക്ഷിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മശർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അപ്പോൾ ഉടനെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതിന്റെ കാരണം എന്താ, ഉപേക്ഷിക്കാൻ കാരണം എന്താ? അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നിലൂടെ അല്ലാതെ വേറൊരു വഴിയിലൂടെയും എവിടെ എത്തില്ല. നിങ്ങളെ വഴി ഏതാണ്? ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഔലിയാക്കളും ഉപേക്ഷിച്ചു കൊള്ളുക. നിങ്ങളെ വഴി അവിടെ ഒന്നും അല്ല നിങ്ങൾ പിടിക്കേണ്ടത്, നിങ്ങൾക്കുള്ള വഴി എന്റെ അടുക്കലാണെന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പറയുകയുണ്ട്. ഈ സമയത്ത് ഈ ഒരു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയലോടുകൂടി ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മറ്റ് ഔലിയാക്കന്മാരെന്നൊക്കെ സ്വീകരിച്ചിട്ടുള്ള മറ്റു മശായിഖന്മാരെന്നൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഔറാദുകളും തരീഖത്തും ഒക്കെ മുഴുവൻ ഉപേക്ഷിച്ചു. കേട്ട പാതി ഉടൻ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ ഉപേക്ഷിച്ചു. എന്നിട്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് കൽപ്പിച്ചു, കുറച്ച് വിർദുകൾ നൽകിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിന് മുറുകെ കൊള്ളുക, ഇതിനെ മുറുകെ പിടിക്കുക. നിങ്ങൾ ഖൽവത്തിൽ ഇരിക്കേണ്ടതില്ല, ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്ക് ഏകകാന്തമായി ഇരിക്കേണ്ടതില്ല. നിങ്ങൾ ഇന്നേ നിന്ന മർത്തബ എത്തുന്നത് വരെയും ഇതിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഇതിനു വേണ്ടി ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും നിങ്ങൾ സഹിക്കേണ്ടതില്ല, നിങ്ങൾ മുജാദയിലായിട്ട് ഇടുങ്ങേണ്ടതില്ല, ഇതുമായിട്ട് മർത്തബ എത്തുന്നവരെ നിങ്ങൾ ഇതിൽ നിലകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഔറാദുകൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നൽകുകയുണ്ടായി. ഔറാദുകളുടെ വരവാണ് പറയുന്നത്, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിക്കുന്ന റൂട്ട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഔദാര്യം എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ഏറ്റെടുക്കുന്നത്. പുണ്യ നബി സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പരിഗണന സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ മർത്തബയാണ് ബോധിപ്പിക്കുന്നത്, കാണിച്ചു തരുന്നത്. അഥവാ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മർത്തബയെ കുറിച്ച് ഒരു വട്ടം ഒന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് പ്രാവശ്യം പല സന്ദർഭങ്ങളിൽ ഈ വിഷയത്തെ കുറിച്ച് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ ഉയർച്ചയും എല്ലാ വസൂലും വിലയനവും ഒക്കെയും സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ മുഖേന മാത്രമാണ്. കരങ്ങളിലൂടെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഉയർന്നതും ഈ ഉന്നതമായ ത്വരീഖത്തിന്റെ ഉയർച്ചയൊക്കെ സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും മറ്റു മശായിഖന്മാരുടെ അസ്ഹാബുകളെക്കാളും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബുകൾക്ക് പ്രത്യേകതയുണ്ട്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബുകൾക്ക് പ്രത്യേകതയുണ്ട്. ഇങ്ങനെ അസ്ഹാബുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മുട്ട എന്ന് പറയുന്നത് 1000 മുട്ടകൾക്ക് ഫുൾ പവർ ഉള്ളതാണ്, അവർ വിരിഞ്ഞാലോ അത് അതിനേക്കാളും അറ്റമില്ലാത്തതാണെന്ന് മാനവർകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളും തങ്ങളുടെ അസ്ഹാബുകളെ കുറിച്ച് വിശാലമായിട്ട് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അവരെ ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്, അതിനേക്കാൾ അപ്പുറത്താണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അസ്ഹാബുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ലഭിക്കുന്ന എല്ലാ ഫത്വകളും എല്ലാ ഉയർച്ചയും ഒക്കെയും ആരിൽ നിന്ന് മാത്രമാണ്? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ്. മനസ്സിലാകുന്നില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഈ പരിശുദ്ധമായ ത്വരീഖത്തുൽ തിജാനിയയുടെ പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ ഔറാദുകൾ, അതിന്റെ തർത്തീബുകളെ കുറിച്ച് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ഔറാദുകൾ നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അത് മറ്റുള്ളവർക്ക് നൽകാൻ സമ്മതം ലഭിക്കുന്നതിന് മുമ്പ് പല ആളുകളും പല ഭാഗത്തുനിന്നും ഈ വിർദ് തേടി വരും. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട്
ആ ശ്രുതി കേട്ടു, അറിയപ്പെട്ടു. അതുകൊണ്ട് വിർദ് തേടിയിട്ട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിലേക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇത് കൊടുക്കാൻ സമ്മതം കിട്ടിയില്ല. ഇതിൽ നിന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. അപ്പോ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ചില ആളുകൾക്ക് കൊടുക്കും, ചില ആളുകൾക്ക് കൊടുക്കാറില്ല. അങ്ങനെ ചില ആളുകൾക്ക് വിലങ്ങും, ചില ആൾക്കാർക്ക് കൊടുക്കും എന്നതായിരുന്നു. അഥവാ എന്നിട്ട് അതിന്റെ കൂടെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു പറയും, ഇതിൽ നിന്ന് ഞാൻ മശീഖത്ത് ഭയപ്പെടുന്നു, ഞാൻ ഇതിന്റെ ശൈഖല്ല, ഞാൻ നിങ്ങളെ പോലെ ഒരു അസ്ഹാബ് മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് മുരീദുകൾ, ഒരുപാട് ജനങ്ങൾ കൂടെ ഉണ്ടാവുമ്പോൾ തന്നെയും അതിൽ അവരുടെ നേതാവാകുന്നതിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ശ്രദ്ധ വെച്ചിരുന്നു. അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. അതൊരു സുഹൃതാണ്. ദുനിയാവിനെ ഒഴിവാക്കൽ മാത്രമല്ല, നേതൃത്വത്തെ ഒഴിവാക്കുക, നേതാവാകുന്നതിനെ ഉപേക്ഷിക്കുക, അതും ഒരു സുഹൃതാണ്, ഒരു പരിത്യാഗമാണ്. സമ്പത്തിനോട് മാത്രമല്ല പരിത്യാഗം എന്ന് പറയും. ഈ ഒരു സുഹൃദ് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് മറ്റുള്ളവരൊക്കെ കാണിച്ചിരുന്നു, നേതാവാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അത് വ്യക്തമായി സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഔറാദുകൾ തർത്തീബാക്കി കൊടുക്കുന്നത്. അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ചെല്ലാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൂടെയുള്ള മറ്റുള്ളവർക്കൊക്കെയും ആവശ്യമായി വരുന്ന ആളുകൾക്കൊക്കെയും ആവശ്യക്കാരായ ജനങ്ങൾക്കൊക്കെ നൽകാൻ വേണ്ടിയിട്ട് പിന്നീട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ഏൽപ്പിക്കുകയുണ്ടായി. ആ സമയത്ത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹുവോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇത് എല്ലാവരും ആവശ്യക്കാരായ ആളുകൾക്കൊക്കെയും നിങ്ങൾ കൊടുക്കണം. അവർ ഏത് അവസ്ഥയിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ ഇത് കൊടുക്കുന്നതിൽ ആരെയും തടയരുത്. ആവശ്യക്കാർ വന്നാലും നിങ്ങൾ ഇത് അവർക്ക് കൊടുക്കണമെന്ന് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് വ്യക്തമായി പറയുകയുണ്ടായി. കാരണം ഇതുകൊണ്ട്, ഇത് ചെല്ലലോടുകൂടി, ഇത് ഏറ്റെടുക്കലോടുകൂടി ഒരുപാട് ഹൈറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും, ഒരുപാട് ഹൈറാത്തുകൾ അവർക്ക് പകർന്നു കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅലന അല്ലാഹു മിൻ അഹ്ലിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അഹ്ലുകാരിൽ ബഹുമാനപ്പെട്ട ദുആ ചെയ്യാം, അതിന്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. വമിമൻ അഹബ്ബ ഹാദ സയ്യിദുൽ അലി അലീം, ഈ ഒരു ഉന്നതമായ സയ്യിദിനെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. മിനൽ ആൻ, പറയാണ് മിനൽ ആൻ, ഇപ്പോൾ മുതൽ മിനൽ ഇസ്തിഖ്റാർ ഫി അയലൽ ഇല്ലിയീൻ, ഇല്ലിയീനിലെ അയൽ ഏറ്റവും ഉയർന്നതാണ് ഇല്ലിയീൻ, അയലൽ ഇല്ലിയീനിലേക്ക് ഉന്നതമായ ഇല്ലിയീൻ ലോകത്തേക്ക് വരെ സംഗമിക്കുന്നത് വരെ ഈ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരട്ടെ എന്നാണ് മശ്റൂർ റളിയല്ലാഹുവിന്റെ പ്രാർത്ഥന. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധ ത്വരീഖത്ത് തിജാനിയയുടെ ഔറാദുകൾ അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ആദ്യം പിന്നെ ഫത്വ ലഭിച്ച മഫ്തുഹാരികൾ ആളുകൾക്കല്ലാതെ ഇത് വെളിവാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് മറച്ചു വെച്ചതായിരുന്നു. പിന്നീട് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു ഇത് എല്ലാവർക്കും, അസ്ഹാബുകൾ എല്ലാവർക്കും ഇത് അറിയാൻ തുടങ്ങി, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതിന്റെ തർത്തീബ് ആരുണ്ടാക്കിയതാണ്? ആരാണ് ഇതിന്റെ തർത്തീബ്? ഇത് ആരാണ് നൽകിയിട്ടുള്ളത്? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ത്വരീഖത്തിന്റെ ഔറാദുകളൊക്കെയും ക്ലിപ്തപ്പെടുത്തി തർത്തീബാക്കി അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുണ്ടായിരുന്നു. സയ്യിദുൽ വജൂദ് വഅലമുഷ്ഹൂദ്, സയ്യിദുൽ വജൂദ് വഅലമുഷ്ഹൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിന്റെ ഔറാദുകൾ, പരിശുദ്ധ തിജാനിയത്തിന്റെ ഔറാദുകൾ എല്ലാവർക്കും ഫേമസ് ആയി, എല്ലാവർക്കും വ്യാപിച്ചു. ആർക്കും അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി. അങ്ങനെ ഇതെന്തായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്? ആദ്യം 100 പ്രാവശ്യം വിർദ്, 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അതുപോലെ തന്നെ 100 പ്രാവശ്യം സലാത്തുൽ ഫാത്തിഹ അറിയുന്നവർക്ക് 100 പ്രാവശ്യം സലാത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിർദായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് ആദ്യം 100 അസ്തഗ്ഫിറുല്ലാഹ്, 100 സലാത്തുൽ ഫാത്തിഹ അറിയുന്നവർക്ക്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ സമയം സുബീന്റെ സമയം, സുബീക്ക് ശേഷം മുതൽ ളുഹൽ അഅല വരെയാണ്, ളുഹൽ അഅല വരെയാണ്. പിന്നീട് സലാത്തുൽ അസറിന് ശേഷം ഇശാ വരെയാണ് അതിന്റെ സമയം. ആരെങ്കിലും ഈ 2 സമയങ്ങളിലും തിരക്കിലായി ഈ പകലിലോ, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പകൽ മുഴുവൻ സമയം എന്തുണ്ട്, അത് ചെല്ലാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ രാത്രിയും. പക്ഷേ അവൻ നിസ്കാരങ്ങൾ അതിന്റെ ശുറൂത്തുകൾ അനുസരിച്ച് നിർവഹിക്കേണ്ടതുണ്ട്. ഈ വിർദുകളൊക്കെ ചെല്ലുമ്പോൾ തന്നെയും ഇതൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. നിസ്കാരത്തിന് ശേഷം നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, എന്നിട്ടാണ് വിർദുകൾ. അപ്പോൾ നിസ്കാരമില്ലാതെ വിർദല്ല.
അപ്പോൾ അത് സൂക്ഷിച്ച് അതിന്റെ ഷുറൂത്തുകൾ ആദാബുകളൊക്കെ പാലിച്ച് നിസ്കാരത്തിന്റെ കൂടെയാണ് ഈ വിർദുകളൊക്കെയും ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സലാത്തുൽ ഫാത്തിഹ അറിഞ്ഞവർ. അപ്പോൾ അറിയാത്തവരാണെങ്കിലോ അഥവാ സാധാരണക്കാരായ അല്ലെങ്കിൽ സ്ത്രീകളായ ആളുകളൊക്കെയും അവർക്ക് മറ്റു സലാത്തുകൾ ചെല്ലാവുന്നതാണ്. ഏതുപോലെ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലി. അത് ഇതുപോലത്തെ സലാത്ത് കൂടിയോ കുറഞ്ഞോ അവർക്ക് ചെല്ലാവുന്നതാണ് ഈ സലാത്തുൽ ഫാത്തിഹ അറിയാത്തവർക്ക്. അതെല്ലാം മതിയാകുമെന്ന് ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വിർദ് ഇതാണ്. മനസ്സിലായോ? പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പറഞ്ഞു പോകുമ്പോൾ നമ്മൾ നിലവിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യത്യാസം കാണാം. കാരണം ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച് മരിച്ച മഹാനാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുന്നതിന് മുമ്പേ ആര് വഫാത്തായി പോയിട്ടുണ്ട്? ഈ കിതാബിന്റെ മുസന്നിഫ് ഇബ്നുൽ മസ്ഊദ്. അതുപോലെ തന്നെ ജവാഹിറുൽ മആനി അലി റാസിം ബറാദ റളിയല്ലാഹു അൻഹു. പിന്നീട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഔറാദുകളിൽ പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിൽക്കാലത്ത്. അപ്പോൾ അത് അവസാനം ഉള്ള വിഷയങ്ങൾ മാത്രമേ നോക്കിയാൽ മാത്രമേ ഇതിന്റെ അവസാനം മനസ്സിലാകൂ. അപ്പൊ ഇടയിൽ നിന്നോ തുടക്കത്തിൽ നിന്നോ കേട്ട് അത് ചെല്ലിയാൽ ശരിയാവില്ല. അതാണ് ബഹുമാനപ്പെട്ട അറബി ബിൻ സായി റളിയല്ലാഹു അൻഹു, നമ്മൾ ത്വരീഖത്തിന്റെ ബുഖാരി എന്ന് പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട മഹാനുവർഗ്ഗ ഹുയത്തുൽ മുസ്തഫീദിൽ ഇത് കൃത്യമായി ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ക്രോഡീകരിച്ച് സയ്യിദുന ശൈഖ് ഈ ത്വരീഖത്തിന്റെ അവസാന വാക്ക് മഹത്തുക്കൾ അന്ന് പറഞ്ഞത്. കാരണം പിന്നീട് ഇതെന്തായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, ഔലിയാക്കന്മാരുടെ പേര് വരുമ്പോഴൊക്കെയും മഹാത്മാക്കളുടെ പേര് വരുമ്പോഴൊക്കെയും ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെന്നൊക്കെയും മദദ് തേടിയിട്ട് ദുആ. അത് ആദ്യകാലത്തുള്ള കുഞ്ഞാശകൾ രേഖകൾ സയ്യിദുന ശൈഖ് അപ്പോൾ പറയുന്ന രേഖകൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഗ്രന്ഥം എഴുതുന്നത്. അപ്പൊ ആദ്യ കാലങ്ങളിൽ അതുണ്ട്. പിന്നീട് എന്താണുന്നത്? മാറ്റങ്ങൾ വരുന്നത്. ഇത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് എന്താണത്, ഇത് കൃത്യമാകുന്നത്, ക്ലിപ്തപ്പെടുന്നത്. അതിനനുസരിച്ച് മാറ്റങ്ങൾ കാണും. അങ്ങനെ അപ്പോൾ വിർദിന്റെ പറഞ്ഞു. ഇനി വലീഫത്തുൽ യൗം ലാസിമ, അത് രാപ്പകലുകൾക്കിടയിലാണ് ഒരു പ്രാവശ്യമാണ് വലീഫ ചെല്ലുന്നത്. അത് 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ഏത് സീറയിലും. മനസ്സിലായുണ്ടോ? നമ്മൾ അങ്ങനെയാണോ? അല്ല. 100 പ്രാവശ്യം ഏത് സീറയിലാണെങ്കിലും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ വലീഫയിൽ. ഇനി അതല്ല എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് 30 പ്രാവശ്യം. ഒന്നുകിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ഏത് രൂപത്തിലും, അല്ലെങ്കിൽ ഈ നമ്മളിപ്പോ ചെല്ലുന്ന 30 പ്രാവശ്യം. എന്നിട്ട് പിന്നെ സലാത്തുൽ ഫാത്തിഹ 50 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം, ജൗഹറുൽ കമാൽ 11 പ്രാവശ്യം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. നമ്മൾ എത്രയിൽ നിന്ന് ജൗഹറുൽ കമാൽ. അപ്പൊ ഇത് പിടിച്ചിട്ട് എന്താൻ പറ്റൂല. കാരണം ഇതിന് ശേഷം കാര്യങ്ങൾ എന്തായിട്ട് വന്നിട്ടുണ്ട്. ചില ആളുകൾ സിയാറത്തിന് മറ്റു വിഷയങ്ങളൊക്കെ എവിടുന്ന് എടുക്കുക, അത് വിഷയമാണ്. അപ്പോൾ ജൗഹറുൽ കമാൽ 11 അല്ല അതിൽ കൂടുതൽ. ഇനി ആരെങ്കിലും വലിയ ബുദ്ധിമുട്ടിലും തിരക്കിലൊക്കെ പെട്ടുപോയാൽ അവർക്ക് ഇത് ഉപേക്ഷിക്കാം, അവർക്ക് കുറ്റമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലീഫ നിർബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല. പിന്നെ വലീഫത്ത് യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിലുള്ള വലീഫ, അത് ബഹുമാനപ്പെട്ട ഈ ത്വരീഖത്തിൽ പ്രവേശിച്ചവരുടെ മേൽ ഉള്ള കാര്യമാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അഥവാ മരുവരെ എന്താവണം, ചെല്ലണം. ഇനി മറ്റൊരു രൂപമുണ്ട്. ഒരാൾ നിശ്ചിത കണക്ക് എണ്ണപ്പെട്ട് ക്ലിപ്തമാക്കിയിട്ടാണ് ഒരാൾ ചെല്ലുന്നതെങ്കിൽ അവർക്കത് മതി. ഒന്നുകിൽ എന്ത്, അസർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല എങ്കിൽ ഓരോരോ കണക്കാക്കിയിട്ട് അത് സ്ഥിരമായി ചെല്ലുക. എന്നിട്ട് അവരുടെ തിരക്കുകളിലേക്ക് അവർക്ക് പോകാം, പണികളിലേക്ക് അവർക്ക് പോകാം. ഇങ്ങനെയായിരുന്നു സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഇത് പരിശുദ്ധമാക്കപ്പെട്ട പ്രകാശമാനമായിട്ടുള്ള ഈ ത്വരീഖത്തിന്റെ രൂപം, ഔറാദുകൾ ഇങ്ങനെയായിരുന്നു. ഇതിന്റെ സുഗന്ധപൂരിതമായിട്ടുള്ള വലായിഫുകൾ ഇങ്ങനെയായിരുന്നു. ഇതിന്റെ ദിക്റുകളെ കുറിച്ചും ഇതിന്റെ ഫളായിലുകളെ കുറിച്ചും ഇൻഷാ അല്ലാഹ് പിന്നീട് വരുമെന്നാണ് മശ്ഹൂർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ ഈ ദിക്ർ ഔറാദുകൾ മറ്റു ത്വരീഖത്തുകളുടെയും എല്ലാ ത്വരീഖത്തുകളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഔറാദുകളാണ്. നമ്മൾ ഓരോ വിർദും അതിന്റെ ശ്രേഷ്ഠതകൾ പറയും. അല്ലെങ്കിൽ തന്നെ ഈ വിർദുകൾ നമ്മൾ നോക്കുമ്പോൾ, ഓരോ ദിക്റുകൾ നോക്കുമ്പോൾ ഏറ്റവും ഉന്നതമാണ് മറ്റു ത്വരീഖത്തുകളെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഇതിന്റെ മക്കാമ് മറ്റു മക്കാമുകളെക്കാളും ഉയർന്നതുമാണ്. മറ്റു മക്കാമുകളെക്കാളും ഉയർന്നതാണ് ഇതിലെ മക്കാമുകൾ.
അതിനെക്കുറിച്ച് വിശാലമായിട്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു, ഈ സയ്യിദുൽ ജലീൽ, ഈ മഹാത്മാവ് ഏറ്റവും ഉയർന്നവരാണ്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരാണ്, അള്ളാഹുവിന്റെ ഒരുപാട് ഔദാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളവരാണ്. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടക്കാരാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നെസ്സൻ യഖ്ലത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഭാവനയല്ല, ഇതൊരു വിശ്വാസമല്ല, നെസ്സാണ്. അഥവാ കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഇത് വെറുതെ ഊഹങ്ങൾ പറയുന്നതല്ല, അവ്യക്തതയല്ല, ഇതൊരു വിശ്വാസമല്ല, ഇത് കൃത്യമാണ്, ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് മറ്റു തരീഖത്തുകളിൽ നിന്നും ഇത് ഉയർന്നു നിൽക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ബഹുമാനപ്പെട്ടവർ എണ്ണി പറയുന്നത്. മറ്റു തരീഖത്തുകളിൽ നിന്നും ഈ തരീഖത്ത് വേർതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, എല്ലാ തരീഖത്തുകളുടെയും അവരുടെ ഔലിയാക്കന്മാരുടെ തരീഖത്തുകൾ, ബഹുമാനപ്പെട്ട മഹത്തുക്കളുടെ അവരുടെ തരീഖത്തുകളൊക്കെയും എല്ലാവരുടെയും എത്തിച്ചേരുന്നത് ഒരു അസലിലേക്കാണ്. അഥവാ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണെങ്കിലും അതിനൊക്കെയും ഒരുപാട് വഴികളുണ്ട്, അഥവാ ഒരുപാട് സനദുകളുണ്ട്, ഒരുപാട് വാസ്തകളുണ്ട്. ഘട്ടം ഘട്ടമായിട്ടാണ്, കൈമാറിയാണ് എന്താണത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മളെ തരീഖത്തിൽ അതിലൊരു വാസ്തയില്ല. സയ്യിദുന ശൈഖ് റളിയല്ലാഹു കഴിഞ്ഞാൽ പിന്നെ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖീഖത്തുൽ മുഹമ്മദിയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു നേരിട്ട് സ്വീകരിക്കുന്നത് പോലെ ഇവിടുന്ന് നേരിട്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു ഈ തരീഖത്ത് എന്താവുന്നത്, സ്വീകരിക്കുന്ന ഔറാദുകൾ മറ്റു തരീഖത്തുകൾ പോലെയല്ല എന്ന്. അതുകൊണ്ട് തന്നെയും ഈ മറ്റ് വസായിത്തുകൾ ഇല്ലാത്തത് കൊണ്ട്, നമ്മൾ ശൈഖുന റളിയല്ലാഹു തങ്ങളുടെ ഈ ത്വരീഖത്തിന് വസായിത്തുകൾ അല്ലെങ്കിൽ ഇടനിലക്കാർ ആളുകൾ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള മുത്തുമണികൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണ് ഈ ത്വരീഖത്ത്. മൂല്യങ്ങൾ, അമൂല്യ രത്നങ്ങൾ ഒക്കെയും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നേരിട്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലുന്നത് എന്താണ്? പുതുമയുള്ളതാണ്, ഫ്രഷാണ്, വളരെ കൃത്യമായിട്ട് നേരിട്ട് ഏൽപ്പിക്കപ്പെട്ടത്. അഥവാ സഹാബി, ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയെ പോലെയാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. നേരിട്ടാണ്, കാലം എത്ര കടന്നാലും ശരി. കാരണം യഖ്ലത്തിൽ, ഉണർവിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു സംഗമിച്ച് കിട്ടിയതാണ്. അത്രയും പ്രാധാന്യ മൂല്യമുണ്ട് ഈ ത്വരീഖത്തിന്. ഇത് മറ്റും പിന്നെ ഉന്നതമായ ഔലിയാക്കന്മാരാരും ഇത് നിഷേധിക്കുന്നില്ല. ഇതിന് ഏറ്റവും ശ്രേഷ്ഠതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പോലും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ബന്ധത്തിന് നേരിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുന്ന ഇതിന് അത്രയും പവർ ഉണ്ട് എന്ന് പണ്ടേ മഹത്തുക്കൾ എന്തായിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയും പിന്നെ ഫളീലത്തുണ്ട് ഇതിന്. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഓല്ലേ, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ചില അസ്ഹാബുകളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യം ഞങ്ങളെ ത്വരീഖത്തിന് സനദില്ലല്ലോ എന്നല്ലേ, സനദിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരുപാട് ത്വരീഖത്തുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഒരുപാട് സനദുള്ള ത്വരീഖത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്തിച്ചേരേണ്ട ലക്ഷ്യപ്രാപ്തി ഉണ്ട്, അതിലൊന്നും എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല, അതിലൊന്നും അള്ളാഹുവിൽ നിന്ന് എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ സനദ് വഹിക്കാണോ? സനദ് വേണല്ലേ. ഈ സനദ് എന്താണ്? സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇതിന്റെ സനദ്. അതുകൊണ്ട് തന്നെ ആ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്, ആ കരങ്ങളിൽ നിന്നാണ് എനിക്ക് പിന്നെ ലഭിക്കേണ്ടതൊക്കെ ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് വാസിലായിട്ടുള്ളത്, അള്ളാഹുവിലേക്ക് പത്തുകായിട്ടുള്ളതൊക്കെയും സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാത്രമാണെന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റുള്ള ഒരാളിൽ നിന്നല്ല, മറ്റുള്ള ഒരാളിലേക്കും തിരിഞ്ഞുകൊണ്ടല്ല, ഇതിൽ നിന്ന് തന്നെ ധാരാളം കിട്ടേണ്ടതൊക്കെയും കിട്ടിയിട്ടുണ്ട് എന്ന് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട
ത്വരീഖത്തു തിജാനിയയുടെ ശ്രേഷ്ഠത പറയുന്നിടത്ത് അത് തെളിവാക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഒന്ന് പറഞ്ഞത് ഇതിന്റെ മറ്റൊന്നും പ്രത്യേകത, ഇടയിൽ ഒരു വാസ്യതയില്ല. നേരിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇത് കണക്ട് ചെയ്യുന്നത്, ബന്ധപ്പെടുന്നത് മറ്റു ത്വരീഖത്തുകളെ അപേക്ഷിച്ച്. രണ്ടാമത്തത്, ആരെങ്കിലും ഈ ത്വരീഖത്തിൽ പ്രവേശിച്ചാൽ കാന ആമിനൻ മിൻ അദാബില്ല, അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് അവർ നിർഭയരാണ്. അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് അവർ നിർഭയരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറം ഷരീഫിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ ദഖലഹു കാന ആമിന. പരിശുദ്ധ കഅബാലയത്തിൽ പരിശുദ്ധമായ ഹറമിൽ പ്രവേശിച്ചവർ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് എന്തും ഈ പരിശുദ്ധമായ ഈ ത്വരീഖത്തുൽ തിജാനിയിൽ അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് അവർ നിർഭയരാണ് എന്ന് പിന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത്, ഇതിൽ കുറഞ്ഞ ഔറാദുകളെ ഉള്ളൂ, കുറഞ്ഞ ഔറാദുകൾ ദിക്റുകളെ ഇതിൽ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഫളായിലുകളോ ഇതിന്റെ മദദുകളോ അത് വണ്ണമുള്ളതാണ്, അറ്റമില്ലാത്തതാണ്, അധികരിച്ചതാണ്. കുറച്ച് ദിക്ർ നമുക്ക് ചെല്ലാനുള്ളൂ എങ്കിലും അതിന്റെ വണ്ണം നമുക്കറിയില്ല, അറ്റം നമുക്കറിയില്ല. അത്രയും ശ്രേഷ്ഠതകളുള്ളതാണ് നമ്മളെ ഔറാദുകൾ. 4 ഇപ്പൊ 1-2 ഓർമ്മയുണ്ട്. ഒന്നെന്തായിരുന്നു? വസായിത്തുകളില്ല. 2 ആമിനും മിൻ അദാബില്ല. 3 കുറഞ്ഞ ഔറാദുകൾ. 4 നാലാമത്തെ പ്രത്യേകത, ബഹുമാനപ്പെട്ട ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് ഫത്വ ലഭിച്ചിട്ടുള്ള സയ്യിദുന ശൈഖ് അള്ളാന്റെ അസ്ഹാബുകളിൽപ്പെട്ട പ്രത്യേകക്കാരായിട്ടുള്ള ഫത്വ ലഭിച്ച ചില മഹാത്മാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു അവർ കണ്ടിട്ടുണ്ട്, അഥവാ അവർ ചില വ്യക്തമായിട്ടുള്ള പകൽ പോലെ വെട്ടിത്തിളങ്ങുന്ന വെളിച്ചം, അങ്ങനെയുള്ള രീതിയിൽ അവർ കണ്ടൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച ഇങ്ങനെയാണ്: അമ്പിയാക്കളും മുർസലീങ്ങളും മലായിക്കത്തുകളും ജിന്നും ഇൻസൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വലിയൊരു സംഘം. ഇതിൽ സുബീൻ നിസ്കാരത്തിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി നിൽക്കുന്നുണ്ട് മുമ്പിൽ. കൂടെ തൊട്ട് അടുത്ത ഒന്നാമത്തെ സഫിൽ അടുത്ത ആരാണുള്ളത്? സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദന ഇസ്മായിൽ അലൈഹിസ്സലാം, സയ്യിദന ആദം അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ പിന്നെ അള്ളാഹുവിന്റെ മുർസലീങ്ങള് അമ്പിയാക്കള് ഇവരൊക്കെ നിൽക്കുന്നുണ്ട് ഒന്നാമത്തെ സഫ്. എന്നിട്ട് വസ്സഫുസ്സാനി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഈ മഹത്തുക്കൾ മുർസലികൾ, അതുപോലെ തന്നെ പിന്നീട് അടുത്ത സഫിൽ ഈ അൽ ഖുലഫാഉ ഖലീഫമാരും വഖുദ്വത്തുന അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. അൻജമീ മറ്റുള്ളവരെക്കാളും മറ്റു ജിന്നി ഇൻസ് മലക്കുകളെക്കാളും മുമ്പിൽ രണ്ടാമത്തെ സഫിൽ ആരാണ്? സയ്യിദുന ശൈഖ് അള്ളാഹു ഖുലഫാക്കളൊക്കെയും ഉണ്ട്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ മഹാത്മാവും ഉണ്ട്. ഈ മഹാത്മാവ് ഖാസിൽപ്പെട്ട ഈ മഹാത്മാവും ഈ സംഘത്തിലുണ്ട്. എന്നിട്ട് ഈ മഹാത്മാവ് പറയാണ്, ഒന്നാമത്തെ റക്അത്തിൽ ബഹുമാനപ്പെട്ട പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ സൂറത്തും ഇന്നാലിന്ന സൂറത്തും ഓതുന്നത് ഞാൻ കേട്ടു. അത് ഏതാന്ന് പറയുന്നില്ല. രണ്ടാമത്തതിൽ ഫാത്തിഹ സൂറത്തും ഇന്നാലിന്ന സൂറത്തും ഓതുന്നത് ഞാൻ കേട്ടു. പിന്നെ സുജൂദിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നത് അല്ലാഹുമ്മ സല്ലി അലാ സലാത്തുൽ ഫാത്തിഹ. സലാത്തുൽ ഫാത്തിഹയാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എന്ന് മഹാൻ. എന്നിട്ട് സലാം വീട്ടി, എല്ലാവരും സലാം വീട്ടി. അപ്പോഴുണ്ട് ആകാശത്തിന്റെ ഭാഗത്ത് നിന്ന് അട്ടഹാസമാനമായിട്ടുള്ള വലിയൊരു ശബ്ദം. ആ ശബ്ദത്തോടു കൂടി ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുമ്പിലേക്ക് ആരിറങ്ങി വരികയാണ്? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്. എന്നിട്ട് എല്ലാവരും കേൾക്കെ, ആ സംഘം മുഴുവൻ കേൾക്കെ ഒച്ചത്തിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, ഹനിയന്തും ഹനിയ, അഭിനന്ദനങ്ങൾ, പിന്നെയും അഭിനന്ദനങ്ങൾ. ലിമൻ ദഖല ത്വരീഖത്ത് തിജാനി, ആരൊക്കെ തിജാനി ത്വരീഖത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ അവർക്കൊക്കെയും അഭിനന്ദനം, സുവിശേഷം എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഈ ജനങ്ങൾ മുഴുക്കെ ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി. എന്നിട്ട് പിന്നെ ഇതിന്റെ കൂടെ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഈ മഹാൻ പറയാണ്, റഅയ്തുൽ ഖൽഖ മിനൽ ഇൻസി വൽ ജിന്നി വൽ മലായികത്തി യസ്ദഹിമുന അല ശൈഖ്. പിന്നെ ജിന്നും ഇൻസും മലക്കളൊക്കെയും സയ്യിദുന ശൈഖ് അള്ളാഹു തങ്ങളിലേക്ക് തിരക്കൂട്ടി വരികയാണ്.
സയ്യിദുന ശൈഖുൽ സ്വീകരിക്കാൻ വേണ്ടി. എന്നിട്ട് അവിടെ കുറച്ച് അക്ഷരങ്ങൾ മീം ദാൽ റാ ബാ മീം ലാം അലിഫ് ദായ് ദാൽ സിറിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജവാഹിറുൽ മആനിയിലും ഈ ജാമിയിലൊക്കെയും അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അവർ അക്ഷരം കൊടുക്കണം. അത് സിറാണ്, നമുക്കറിയില്ല. അത് അറിയുന്നവർക്ക് അറിയും, അറിയുന്ന മഹാന്മാരുണ്ട്, പക്ഷെ നമുക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയും ബഹുമാനപ്പെട്ട മഹത്തുക്കളൊക്കെയും ഇങ്ങനെ അക്ഷരങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയോ എന്തായിട്ടുണ്ട്, സിറായിട്ടുള്ള പലതും അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയില്ല. അതിന്റെ അപ്പുറം ലായിലും ശ്രേഷ്ഠത അപ്പുറത്താണ്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ്. എന്നിട്ട് ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ, അഥവാ സയ്യിദുന ശൈഖുൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ഇത് മറച്ചു വെക്ക ആരാ പറയുന്നത്? ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ സയ്യിദുന ശൈഖുൽ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് സയ്യിദുന ശൈഖുൽ ഇതൊക്കെ മറച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ മറച്ചു വെച്ചു. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഈ മഹാത്മാവ്, ഖാസിൽപ്പെട്ട ഈ മഹാത്മാവ് കണ്ടല്ലോ, അത് സയ്യിദുന ശൈഖുൽ വാക്കോട് ചേർത്ത് നോക്കുമ്പോൾ ശരിയാണ്, സംഭവ്യമാണ്, സത്യമായതാണ്. അത് ഈ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഞാൻ അതൊന്നും പറയുന്നില്ല, എന്നോട് മറച്ചു വെക്കാൻ സയ്യിദുന ശൈഖുൽ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബഹുമാനപ്പെട്ട തിജാനി ത്വരീഖ എന്ന് പറയുന്നത് പിന്നെ ശാഖകളായി അഥവാ ലോകത്ത് വ്യാപിക്കുകയുണ്ടായി. ലോകത്തെന്തായി? ഈ തിജാനിയത്ത് വ്യാപിക്കാൻ തുടങ്ങി. അത് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു കബൂലിയത്താണ്. അതുപോലെ തന്നെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയിട്ടുണ്ടായിരുന്നു, ഇത് മുറിഞ്ഞു പോകരുത്. മറ്റൊരു പ്രത്യേകതയാണ്, അഥവാ ഈ ത്വരീഖത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണത്, ഏറ്റവും വലിയ ഗുണവിശേഷണമാണ് ഇത് മുറിഞ്ഞു പോവില്ല എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ത്വരീഖത്തിനെ കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, മഅരിഫത്തിനെ കുറിച്ച് അറിയുന്ന ആർക്കും അറിയാം, അതിന്റെ ചരിത്രം പലതും പല കാലഘട്ടത്തിൽ എന്താവും, അത് മുറിഞ്ഞു പോകും, ത്വരീഖത്ത് നന്നു പോകും. പക്ഷേ ഇത് കാലം എത്ര മോശമായാലും ഖിയാമത്ത് നാൾ വരെയും ഇതിന്റെ മദദ് ഒട്ടും കുറയാതെ, ഇതിന്റെ ഫളായിലുകൾ കുറയാതെ ഖിയാമത്ത് നാൾ വരെ സൂർ എന്ന കാലത്തിൽ ഊതുന്നത് വരെയും ഈ ത്വരീഖത്ത് നിലനിൽക്കും. അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു ഉറപ്പാണ്, ഒരു വാഗ്ദാനമാണ്. മനസ്സിലായോ? അതാണ്. അപ്പോൾ ഇതൊക്കെയും സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉറപ്പുകളാണ്. ഇത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ മാർഗം എന്ന് പറയുന്നത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകിയ വലിയൊരു വരദാനമാണിത്. അതുകൊണ്ട് ഈ ത്വരീഖത്തിന്റെയും ഈ ത്വരീഖത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കൊക്കെയും അവർക്കൊക്കെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ശ്രേഷ്ഠതകൾ, അള്ളാഹുവിന്റെ ഔദാര്യങ്ങളൊക്കെയാണ് ഇതിനൊക്കെയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പറയേണ്ട വേറൊരു കാര്യമാണ്, ഇതിൽ ഒരാൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ വഫാത്തായവരോ ആയിട്ടുള്ള ഒരു വലിയനെയും സന്ദർശിക്കാൻ പറ്റില്ല, സിയാറത്ത് ചെയ്യാൻ പറ്റൂല. ഇബ്നുൽ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് വളരെ കണിശമായിട്ട്. ഈ ത്വരീഖത്തിന്റെ ഒരു ശ്രേഷ്ഠതയും പവറുമാണത് എന്നാണ് മഹാന്മാർ പറയുന്നത്. മറ്റു ത്വരീഖത്തുകളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് എന്ത്? ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്ത ഔലിയാക്കന്മാരെ എന്താൻ പറ്റൂല, സിയാറത്ത് ചെയ്യാൻ പറ്റൂല. കാരണം അവര് മോശമാക്കിയത് കൊണ്ടല്ല, അവര് താഴ്ത്തി കെട്ടിയത് കൊണ്ടല്ല, നേരെ മറിച്ച് നമുക്കൊക്കെയും കിട്ടുന്നത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നാണ് ഇതൊക്കെയും പിടിച്ചെടുക്കുന്നത്, കിട്ടുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരായ മഹത്തുക്കളെ സന്ദർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ എന്തുകൊണ്ടാണത്, എന്താണ് അതിന്റെ പ്രത്യേകത, ഇക്കാര്യങ്ങളൊക്കെയും എന്തുകൊണ്ട് സിയാറത്ത് പാടില്ല, പറ്റില്ല എന്നൊക്കെയും ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു തിൽമീദ് അഥവാ ഒരു മുരീദ് പാലിക്കേണ്ട ശർത്തും വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് ഇൻഷാ അല്ലാഹ് അതിന്റെ ശ്രേഷ്ഠ കാര്യമൊക്കെ പറയും എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഫസ്ൽ അവസാനിപ്പിക്കുന്നത്. സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂടുതലും പിരിയലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സംസാരത്തിലോ ഇടപെടലിലോ വല്ല അദബുകേട് വല്ല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന ശൈഖ് തങ്ങളുടെയും അസ്ഹാബുകളുടെയും മക്ജാ ബർക്കത്ത് കൊണ്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാം പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും ജീവിതവും ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.